നമസ്കാരം. 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കടൽ തീരം. വേട്ടയാടുവാൻ എണ്ണമറ്റ മൃഗങ്ങളും കയറി കിടക്കുവാനായിട്ട് സുരക്ഷിതമായിട്ടുള്ള അനേകം ഗുഹകളുമുള്ള ഒരു താവളം സ്വപ്നം കണ്ട ഒരു കൂട്ടം ആദിമ മനുഷ്യരെ യാത്രകളുടെ അവസാനം എത്തിപ്പെട്ടത് വിശാലമായ ഒരു കടൽ തീരത്താണ്. ഇനിയും മുന്നോട്ട് പോകുവാൻ മാർഗമില്ലാതെ അവർ അകലേക്ക് തന്നെ നോക്കി നിന്നു. ആ കാണുന്ന ചക്രവളത്തിനും അപ്പുറം എന്താണാവും ഉണ്ടാവുക? തങ്ങൾ മനസ്സിലാഗ്രഹിച്ച സ്വപ്നം കണ്ട ഒരു മായാലോകം. മൃഗങ്ങൾ കൂട്ടം കൂട്ടമായി മേഞ്ഞു നടക്കുന്ന പുൽമേടുകൾ, മധുരമേറിയ പഴങ്ങൾ കായ്ക്കുന്ന അനേകം വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു വിസ്മയ ലോകം. ഉറപ്പായും ഇക്കാണുന്ന അനന്തമായ ജലപ്പരപ്പിനപ്പുറം തങ്ങളുടെ ചിന്തകളിലെ അതിശയ ലോകം തന്നെയാവും ഉണ്ടാവുക. മനുഷ്യൻ അങ്ങനെയാണ്. ആദ്യം അവൻ സ്വപ്നം കാണും, പിന്നെ അവൻ എത്തിപ്പിടിക്കുവാനായിട്ട് ശ്രമിക്കും. അതിന് സാധിച്ചാൽ അതിനു മുകളിലുള്ളത് സ്വപ്നം കാണും. അതെ, ആഗ്രഹങ്ങളും ചിന്തകളുമാണ് മനുഷ്യനെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ആദിമ മനുഷ്യരും ഇതിൽ നിന്നും വിഭിന്നരൊന്നും ആയിരുന്നില്ല. വെള്ളത്തിന് മുകളിലൂടെ സഞ്ചരിക്കാവുന്ന ചങ്ങാടങ്ങളും വള്ളങ്ങളും നിർമ്മിച്ച് അവർ കടലിലൂടെ മുന്നോട്ടുള്ള പ്രയാണം തുടർന്നു. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് ആദ്യമൊക്കെ അവരുടെ ചങ്ങാടങ്ങളെ മുക്കിക്കളഞ്ഞെങ്കിലും പിന്നീട് ആ കാറ്റിനെ തന്നെ മെരുക്കിയെടുത്ത് പായകൾ നിർമ്മിച്ച് തങ്ങളുടെ യാത്രകൾ വേഗതയിലാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. അങ്ങനെ കടൽ കടന്ന പലർക്കും വിദൂര ദേശങ്ങളിലും ദ്വീപുകളിലും എത്തിപ്പെടുവാൻ തന്നെ സാധിച്ചു. എന്നാൽ അവിടെയും അവരാഗ്രഹിച്ച സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതം അപ്രാപ്യം തന്നെയായിരുന്നു. തങ്ങൾ ഇതിനു മുമ്പ് നേരിട്ടിട്ടില്ലാത്ത ആക്രമണകാരികളായിട്ടുള്ള ജീവികളും ഭൂപ്രകൃതിയും മാത്രമായിരുന്നില്ല അവർ നേരിട്ട വെല്ലുവിളികൾ. തൻ്റെ പുറകെ ഇതേ വഴിയിലൂടെ എത്തിയ മറ്റു മനുഷ്യരോടും അവന് പോരടിക്കേണ്ടി വന്നു. ഗതികെട്ട ആ മനുഷ്യർ വീണ്ടും മുന്നോട്ടേക്കുള്ള പ്രയാണം തുടർന്നു. ഇങ്ങനെ പല തലമുറകൾ യാത്ര തുടർന്ന മനുഷ്യർ ഭൂമിയുടെ സകല കോണുകളിലും അങ്ങനെ എത്തിച്ചേർന്നു. മനുഷ്യനോടും മൃഗങ്ങളോടും പ്രകൃതിയോടും സമരം നടത്തി മനുഷ്യൻ നടത്തിയ പ്രയാണത്തിൻ്റെ ഫലമാണ് ഏഷ്യയിൽ നിന്നും ബെറിംഗ് കടൽപ്പാലം വഴി വടക്കേ അമേരിക്കയിലേക്കും പിന്നീട് തെക്കേ അമേരിക്കയിലേക്കും അതിൻ്റെ ഏറ്റവും അവസാനമായിട്ടുള്ള ചിലിയൻ ഭാഗങ്ങളിലും മനുഷ്യൻ എത്തിച്ചേർന്നത്. യാത്ര അവസാനിച്ചെങ്കിലും മനുഷ്യൻ്റെ സ്വപ്നങ്ങൾക്ക് വിരാമമുണ്ടായില്ല. കാരണം ഇത്രയും നാളും മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന സ്വപ്നഭൂമിയിൽ അവൻ ഇതുവരെയും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അത്തരമൊരു സ്ഥലം കടലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഭൂമിയുടെ തന്നെ ഉള്ളിലോ അതുമല്ലെങ്കിൽ ആകാശത്ത് നക്ഷത്രങ്ങൾക്കിടയിൽ എവിടെയോ കാണുമെന്ന് അവൻ സങ്കല്പിച്ചു തുടങ്ങി. തൻ്റെ ജീവിതകാലത്ത് അവിടെ എത്തിച്ചേരുവാൻ സാധിച്ചില്ലെങ്കിൽ മരണശേഷമെങ്കിലും താൻ അവിടെ എത്തിച്ചേരുമെന്ന് മനുഷ്യൻ തീരുമാനിച്ചുറപ്പിച്ചു. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനവിഭാഗങ്ങളിൽ ഇത്തരം ഒട്ടനവധി സാങ്കല്പിക ലോകങ്ങളെക്കുറിച്ചുള്ള കഥകൾ രൂപപ്പെട്ടു. ഇങ്ങനെ മനുഷ്യ മനസ്സുകളിൽ രൂപപ്പെട്ട എന്നാൽ ചരിത്രവുമായിട്ട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒട്ടനവധി സാങ്കല്പിക സ്ഥലങ്ങളെക്കുറിച്ചും ജീവികളെക്കുറിച്ചും മറ്റു വസ്തുക്കളെക്കുറിച്ചും ഒട്ടനവധി കഥകൾ ലോകത്തെമ്പാടുമുണ്ട്. അത്തരം ചില സംഭവങ്ങളിലേക്കാണ്, ചില വസ്തുതകളിലേക്കാണ് ഇനി നാം കടക്കുവാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, ദിസ് ഈസ് ഹിസ്റ്ററി, ബട്ട് സ്റ്റിൽ ദീസ് ആർ മിത്ത് ആൻഡ് മിസ്റ്ററി. വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററീസ്. ചരിത്രവും മിത്തുകളും നിഗൂഢതകളും ഒക്കെ ഇഴചേർന്നിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും അറിയുന്നതിനോടൊപ്പം തന്നെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കണം എന്നില്ല. പല സംഭവങ്ങളും നമ്മെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തുന്നവയുമായിരിക്കും. ഉദാഹരണത്തിന്, നമുക്ക് പെട്ടെന്ന് ക്യാൻസർ പോലുള്ള ഒരു മഹാമാരി പിടിപിടുകയോ അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങൾ വരികയോ ഒക്കെ ചെയ്താൽ ശാരീരികമായും മാനസികമായും മാത്രമല്ല സാമ്പത്തികമായും അത് നമ്മെ തളർത്തും. ഇപ്പോൾ തന്നെ ഒരു വൈറൽ പനി പോലും ചികിത്സിക്കുവാനായിട്ട് 10,000 ചിലവ് വരും. ക്യാൻസറോ ഹൃദ്രോഗങ്ങളോ വന്നാൽ 30-40 ലക്ഷമൊക്കെ ചിലവ് വന്നേക്കാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉള്ളതെല്ലാം വിറ്റ് പെറുക്കേണ്ട അവസ്ഥയാണ് നമുക്ക് വരുന്നത്. പക്ഷേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചാൽ ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ ഓൺലൈൻ വഴി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത്തരമൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഇന്ത്യയിലെ മികച്ച കമ്പനികളെ താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. മാസം വെറും 300-400 രൂപയിൽ തുടങ്ങുന്ന 1 കോടി വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. കൂടാതെ 25% വരെ ഡിസ്കൗണ്ടും ലഭിക്കും. ഇനി പ്രവാസികൾക്ക് നാട്ടിലെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ 18% GST അടയ്ക്കേണ്ടി വരില്ല. അവർ നാട്ടിലില്ലെങ്കിലും പ്രായമായിട്ടുള്ള മാതാപിതാക്കളുടെ ഹെൽത്ത് ചെക്കപ്പ്, മരുന്നുകൾ, ക്ലെയിം സംബന്ധിച്ച പേപ്പർ വർക്ക്സ് എല്ലാം ചെയ്യുവാനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും ഉണ്ടാവും. 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും. പിന്നെ ഡോക്യുമെന്റ്സ് എല്ലാം വീട്ടിലേക്ക് അയച്ചു കിട്ടുന്നതുമാണ്. അതുമാത്രമല്ല, ക്ലെയിമിന്റെ ആവശ്യം വരുമ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് ഡെസ്ക് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും ചെയ്യും. ഓൺലൈൻ വഴി അല്ലെങ്കിൽ സൈറ്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം ഒരു ഫ്രീ അപ്പോയിൻമെന്റ് എടുത്താൽ വീട്ടിൽ വെച്ച് തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് സംസാരിച്ച് സംശയങ്ങൾ ചോദിച്ച് നമുക്കിഷ്ടമുള്ള കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കാനായിട്ടും സാധിക്കും.
ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറന്നു പോകാതെ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. റഷ്യൻ ഫെഡറേഷനിലെ ഒരു റിപ്പബ്ലിക്കാണ് ചുവാഷിയ. ഒരു മരം തന്നെ പൂർണ്ണമായിട്ടും വരച്ച് ചേർത്തിരിക്കുന്ന പതാകയാണ് ചുവാഷ് ജനതയ്ക്കുള്ളത്. സത്യത്തിൽ ഇതൊരു ഓക്ക് മരത്തിൻ്റെ പ്രതീകമാണ്. ട്രീ ഓഫ് ലൈഫ് എന്നാണ് അവർ ഈ ഓക്ക് മരത്തിനെ വിശേഷിപ്പിക്കുന്നത്. അവരുടെ പുരാണങ്ങളിൽ കാറ്റിനെയും കാട്ടുതീയെയും പേമാരിയെയും വെള്ളപ്പൊക്കത്തെയും യുദ്ധങ്ങളെയും മറ്റു ദുരന്തങ്ങളെയും അതിജീവിച്ച് മരണമില്ലാതെ നിലകൊള്ളുന്ന ഒരു ഓക്ക് മരത്തിൻ്റെ കഥയുണ്ട്. തങ്ങളുടെ നിലനിൽപ്പിൻ്റെയും പോരാട്ടത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രതീകമായിട്ടാണ് പുരാണങ്ങളിലെ ഈ ഓക്ക് മരത്തിൻ്റെ കഥയെന്നാണ് അവർ പറയുന്നത്. ഇത്തരം ദിവ്യവൃക്ഷങ്ങൾ ലോകമെമ്പാടുമുള്ള സകല ജാതി മനുഷ്യർക്കിടയിലുമുണ്ട്. ട്രീ ഓഫ് ലൈഫ്, ട്രീ ഓഫ് നോളജ്, വേൾഡ് ട്രീ, കോസ്മിക് ട്രീ, അങ്ങനെ പല പേരുകളിലായിട്ടാണ് ഇവ അറിയപ്പെടുന്നത്. ഏദൻ തോട്ടത്തിലെ ജീവന്റെ മരവും അമരാവതിയിലെ കൽപ്പക വൃക്ഷവും ഏഴാം സ്വർഗത്തിൻ്റെ അതിർത്തിയിലുള്ള സിദ്രത്ത് അൽ മുന്തഹ എന്ന മരവും ഇത്തരം സാങ്കല്പിക വൃക്ഷങ്ങളാണ്. ഇതൊക്കെ പക്ഷേ സാങ്കല്പിക മരങ്ങളാണെങ്കിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ആളുകൾ ഇപ്പോഴും ജീവന്റെ വൃക്ഷമായിട്ട് കരുതുന്ന ഒരു മരമുണ്ട്. നമ്മുടെ മുരിങ്ങയാണത്. മുരിങ്ങയുടെ ഔഷധമൂല്യം കാരണമാണ് അവരങ്ങനെ ചിന്തിക്കാനുള്ള പ്രധാന കാര്യം. എയ്ഡ്സിനെ അവരെ ചെറുക്കുവാനായിട്ട് മുരിങ്ങയ്ക്ക് കഴിയുമെന്നാണ് അവർ കരുതുന്നത്. എന്തുകൊണ്ടാണ് ഭൂമിയിലെ സകല വിശ്വാസങ്ങളിലും മരങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം കൈവന്നത് എന്നതും രസകരമായിട്ടുള്ള ഒരു ചിന്തയാണ്. പൂർണ്ണമായും മരങ്ങളിൽ തന്നെ ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികരുടെ ഓർമ്മകൾ തന്നെ ആവാം ഇതിന് കാരണമെന്ന് കരുതുന്ന ആളുകളുമുണ്ട്. മരങ്ങളുമായിട്ടുള്ള ബന്ധം നമ്മുടെയൊക്കെ ജീനുകളിൽ എവിടെയോ ഇന്നും മാഞ്ഞു പോകാതെ കിടപ്പുണ്ട് എന്ന ചിന്തയും രസകരം തന്നെയാണ്. പല സംസ്കാരങ്ങളിലും മരത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പൊതുവായ ചില കാരണങ്ങൾ നമുക്ക് കാണാം. ആദിമ മനുഷ്യൻ്റെ കാഴ്ചയിൽ അവൻ്റെ മുന്നിൽ പ്രധാനമായും 3 ലോകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭൂമിക്കടിയിലെ പാതാളം, നാം അധിവസിക്കുന്ന ഭൂപ്പരപ്പ്, പിന്നെ മുകളിലുള്ള ആകാശം. മനുഷ്യൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ 3 ലോകങ്ങളിലും ഒരേ സമയത്ത് ജീവിക്കുന്ന ഒരു കാര്യമാണ്, ഒരു വസ്തുവാണ് വൃക്ഷം. മരത്തിൻ്റെ വേരുകൾ ഭൂമിക്കടിയിൽ പാതാളത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ചില്ലകളും ഇലകളും ആകാശത്തേക്കാണ് ഉയർന്നു നിൽക്കുന്നത്. ഇതേസമയം മരത്തിൻ്റെ തടി നമുക്ക് അഭിമുഖമായിട്ട് മണ്ണിന് മുകളിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഒരു മരത്തിൻ്റെ മുന്നിൽ നിന്നും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരേ സമയം മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന മരിച്ചുപോയ പൂർവികരോടും മുകളിൽ സ്വർഗ്ഗലോകത്തുള്ള ദേവന്മാരോടും ഒരേ സമയം സംവദിക്കാമെന്ന ചിന്തയായിരുന്നു മനുഷ്യർക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ മരങ്ങൾ 3 സാങ്കല്പിക ലോകങ്ങളെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി മാറി. ഈ ഒരു ചിന്തയാണ് വൃക്ഷങ്ങൾക്ക് ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാമെന്നും അത്തരം ഓർമ്മകളെ മറ്റ് ലോകങ്ങളിലേക്ക് കടത്തിവിടുവാനായിട്ട് സാധിക്കുമെന്നുള്ള വിശ്വാസങ്ങളുടെ അടിസ്ഥാനം. ഇത് കൃത്യമായിട്ട് അവതാർ എന്ന സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സിനിമയിലെ ജീവന്റെ വൃക്ഷം എന്ന സങ്കല്പത്തിന് പ്രചോദനമായത് പക്ഷേ മറ്റൊരു സാങ്കല്പിക വൃക്ഷമാണ്, യഗ്ഡ്രാസിൽ. നോർസ് കോസ്മോളജിയിലാണ് ഈ ഒരു വൃക്ഷത്തെക്കുറിച്ചുള്ള കഥകൾ ഉള്ളത്. യൂറോപ്പിൻ്റെ വടക്കുള്ള നോർവേ പോലുള്ള രാജ്യങ്ങളിൽ വസിച്ചിരുന്ന നോർത്ത് മെൻ എന്ന് ഇംഗ്ലീഷുകാർ വിളിച്ചിരുന്ന ജനതയാണ് നോർസ്. ഇക്കൂട്ടത്തിൽ പിന്നീട് കടൽ യാത്രകൾ ചെയ്യാൻ തുടങ്ങിയ ആളുകളെയാണ് വൈക്കിങ്സ് എന്ന് പറഞ്ഞിരുന്നത്. ഇവരുടെ കോസ്മോളജിയിൽ 9 ലോകങ്ങളാണ്, 9 പ്രപഞ്ചങ്ങളാണ് ഉള്ളത്. ഈ 9 ലോകങ്ങളിലൂടെയും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന പടുകൂറ്റൻ സാങ്കല്പിക വൃക്ഷമാണ് യഗ്ഡ്രാസിൽ. മാർവൽ സ്റ്റുഡിയോസിൻ്റെ തോർ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് ഈ ലോകങ്ങളെക്കുറിച്ചിട്ട് കുറച്ചൊക്കെ പരിചയമുണ്ടാവും. തോർ ഉൾപ്പെടെയുള്ള ദേവന്മാർ വസിക്കുന്ന അസ്ഗാർഡ് ആണ് ഇതിന് ഏറ്റവും മുകളിൽ ഉള്ളത്. ഇപ്പറഞ്ഞ കൂറ്റൻ മരമായിട്ടുള്ള യഗ്ഡ്രാസിലിൻ്റെ ശാഖകളും ഇലകളും ഈ ഒരു സ്ഥലത്താണ് ഉള്ളത്. ഇതിൻ്റെ തടി നിൽക്കുന്നത് മനുഷ്യൻ വസിക്കുന്ന മിഡ്ഗാർഡിലാണ്. ഏറ്റവും താഴെ യഗ്ഡ്രാസിലിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് നിബിൾഹേം എന്ന പാതാള ലോകത്തിലേക്കാണ്. മഞ്ഞും തണുപ്പും നിറഞ്ഞ സ്ഥലമാണ് ഇത്. ഫ്രോസ്റ്റ് ജയൻസ് എന്ന രാക്ഷസന്മാർ ഇവിടെയാണുള്ളത്. ഈ 9 ലോകങ്ങളിലേക്കും കടക്കുവാനായിട്ട് 3 വാതിലുകളാണ് അല്ലെങ്കിൽ 3 ദ്വാരങ്ങളാണ് ഈ വൃക്ഷത്തിൽ ഉള്ളത്. ഈ 3 വഴികളിലും വൃക്ഷത്തിന് ജലം കിട്ടുന്ന 3 നദികളുമുണ്ട്. യഗ്ഡ്രാസിൽ എന്ന ഈ ഒരു വിചിത്ര മരത്തിൻ്റെ ഒരു വേര് ചെല്ലുന്നത് വൈക്കിങ്സ് യുദ്ധത്തിനിടെ വീരമരണം കൈവരിച്ചാൽ എത്തിച്ചേരുന്ന വാൽഹല എന്ന അവസാനമില്ലാത്ത ഒരു വലിയ ഹാളിലേക്കാണ്. പിന്നീട് ലോകാവസാനം വരെയും അവരവിടെ തിന്നും കുടിച്ചും കൂത്താടുമെന്നാണ് വൈക്കിങ്ങുകളുടെ സങ്കല്പം. ഈ നോർസ് ജനതയുടെ പദ്യങ്ങൾ, പുരാതന പദ്യങ്ങൾ സമാഹരിച്ചു വെച്ചിരിക്കുന്ന കോഡെക്സ് റീജിയസ് എന്ന പുസ്തകത്തിലാണ് യഗ്ഡ്രാസിൽ എന്ന ഈ ഒരു കൂറ്റൻ മരത്തെക്കുറിച്ചുള്ള പരാമർശം ഉള്ളത്. 1270 എഴുതപ്പെട്ട ഈ ഒരു പദ്യസമാഹാരം 45 മൃഗത്തോലുകളിലായിട്ടാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഈ ഒരു ബുക്കിൽ നിന്നാണ് നാം ഇന്ന് കേൾക്കുന്ന സകല വൈക്കിംഗ് കഥകളും പുരാണങ്ങളും പിന്നീട് എഴുതപ്പെട്ടത്. അതൊക്കെ വായിച്ചാൽ മനുഷ്യൻ്റെ സങ്കല്പിക്കാനുള്ള കഴിവിൻ്റെ അല്ലെങ്കിൽ ആ കഴിവുകൾ എത്രത്തോളം മികച്ചതാണ് എന്ന് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. യഗ്ഡ്രാസിൽ വൃക്ഷത്തിൻ്റെ കഥകൾ തന്നെ ഇതിന് ഉത്തമ ഉദാഹരണമാണ്.
കാര്യം സകല ലോകങ്ങളെയും ബന്ധിപ്പിക്കുന്ന കൂറ്റൻ അത്ഭുത വൃക്ഷമാണ് യഗ്ഡ്രാസിൽ എങ്കിൽ തന്നെയും സാധാരണ മരത്തെ പോലെ തന്നെ കേടുകളും മൃഗങ്ങളുടെ അറ്റാക്കുകളും ഒക്കെ ഇതിനും ഉണ്ടാവാറുണ്ട്. രാതോതോസ്കർ എന്നൊരു ഭീമൻ അണ്ണാനാണ് പ്രധാന കാരണം. ഈ ജീവിയാണ് ഏറ്റവും മുകളിലെ അസ്ഗാർഡിലെ ദേവന്മാരുടെ സന്ദേശങ്ങൾ താഴെയുള്ള യഗ്ഡ്രാസിലിൻ്റെ തടിക്കകത്തുകൂടി സഞ്ചരിച്ച് മിഡ്ഗാർഡിലെ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഈ മരത്തിൽ കൂടുകൂട്ടുന്ന പരുന്തുകളൊക്കെ ആയിട്ടും പാതാളത്തിൽ ഈ മരത്തിൻ്റെ വേരുകൾക്കിടയിൽ പാർക്കുന്ന പാമ്പുകളൊക്കെ ആയിട്ടും ഈ രാതോതോസ്കറിന് നല്ല ബന്ധമാണ് ഉള്ളത്. എങ്കിലും ഇവൻ യഗ്ഡ്രാസിൽ ഇടയ്ക്കൊക്കെ കരണ്ട് തിന്നാറുണ്ട്. അടുത്തത് നീഡഗോർ എന്നൊരു വ്യാളിയാണ്. ഇവൻ യഗ്ഡ്രാസിലിൻ്റെ ഒരു വേരിൽ ചുറ്റിപ്പിണഞ്ഞ് സദാസമയവും കിടപ്പാണ്. ഈ വൃക്ഷത്തെ നശിപ്പിക്കുക എന്നതാണ് ഈ വ്യാളിയുടെ ജീവിത ലക്ഷ്യം. മനുഷ്യരുടെ ജഡങ്ങൾ ഭക്ഷിച്ചാണ് ഇത് ജീവിക്കുന്നത്. നോർസ് മിഥോളജിയിലെ അന്ത്യകാലമായിട്ടുള്ള റഗ്നറോക്ക് സംഭവിക്കുമ്പോൾ ഈ നീഡഗോർ വ്യാളി യഗ്ഡ്രാസിലിനെ നശിപ്പിക്കുമെന്നാണ് വൈക്കിങ്ങുകൾ വിശ്വസിച്ചു പോന്നിരുന്നത്. ഇതൊക്കെ ഇതുപോലെ വിശ്വസിച്ചു പോന്നിരുന്ന വൈക്കിങ്ങുകളാണ് അവസാനം ഇല്ലാതായത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാന വിഷയം. എങ്കിലും ഇത്തരം മിത്തുകൾ അറിഞ്ഞിരുന്നാൽ പല സംസ്കാരങ്ങളും ജീവിത രീതികളും അവരുടെ അക്കാലത്തെ ചിന്താഗതികളും നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ വൈക്കിങ്ങുകളുടെ പുരാണങ്ങളിലെ അന്ത്യകാലമായിട്ടുള്ള റഗ്നറോക്ക് ആരംഭിക്കുമ്പോൾ ഭൂമിയിലാകെ കൊടും തണുപ്പ് തുടങ്ങും. നിബിൾഹേം എന്ന തണുത്തുറഞ്ഞ പാതാള ലോകത്ത് മാത്രമാണ് ഇത് ബാധിക്കാതെ വരിക. ഈ സമയത്ത് ഇവരുടെ ഈ 9 സാങ്കല്പിക ലോകങ്ങളിലും യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഥോർ ഉൾപ്പെടെയുള്ള ഒട്ടനവധി ദേവന്മാർ കൊല്ലപ്പെടുകയും ചെയ്യും. ജീവന്റെ വൃക്ഷമായിട്ടുള്ള ഈ യഗ്ഡ്രാസിലിനെ തന്നെ ഈ ഒരു ശൈത്യം ബാധിക്കുകയും ഇത് മുതലാക്കിയിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ നീഡഗോർ എന്ന വ്യാളി യഗ്ഡ്രാസിലിനെ ആക്രമിക്കുകയും വൃക്ഷം മറിഞ്ഞ് വീഴുന്നതോടെ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന 9 ലോകങ്ങളും നശിക്കുകയും ചെയ്യും. യഗ്ഡ്രാസിലിൻ്റെ ചാരത്തിൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടന്നിരുന്ന 2 മനുഷ്യർ മാത്രമാണ് ഇതിൽ നിന്നും അവസാനം രക്ഷപ്പെട്ട് പുറത്തേക്ക് വരിക. അവരിൽ നിന്നും പുതിയൊരു മനുഷ്യവർഗം ഉടലെടുക്കുകയും പുതിയൊരു ലോകം നിലവിൽ വരികയും ചെയ്യും. കേൾക്കാൻ വളരെയധികം രസം തോന്നുന്ന കൗതുകം ഉണർത്തുന്ന ഇത്തരം പുരാണ കഥകൾക്ക് യഥാർത്ഥത്തിലുള്ള എന്തെങ്കിലുമായിട്ട് സാമ്യമുണ്ടോ ബന്ധമുണ്ടോ എന്നൊക്കെയാണ് ഗവേഷകർ ആദ്യം ചിന്തിക്കുക. ഈ നോർസുകളുടെ വൈക്കിങ്ങുകളുടെ പുണ്യവൃക്ഷമായിട്ടുള്ള യഗ്ഡ്രാസിൽ യഥാർത്ഥത്തിൽ അവർ ആരാധിച്ചിരുന്ന ഭൂമിയിൽ തന്നെയുള്ള ഏതെങ്കിലും മരമാണോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളാവാം കാലക്രമേണ ഇത്തരത്തിൽ വികാസം പ്രാപിച്ച് വലിയ കോസ്മിക് മിഥോളജിയായിട്ട് മാറിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ മരം എവിടെയായിരിക്കും ഉണ്ടായിരുന്നിരിക്കുക? ഇവിടെയാണ് നമ്മുടെ കണ്ണുകൾ ആദം ഫോൺ ബ്രിമൻ എന്നൊരു ജർമ്മൻ ചരിത്രകാരനിലേക്ക് തിരിയുന്നത്. ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 11ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ പുരാതന ചരിത്രം, ഈ നോർസുകളുടെ ചരിത്രം ഏതാണ്ട് വിശദമായിട്ട് തന്നെ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അക്കൂട്ടത്തിലാണ് ഇന്നത്തെ സ്വീഡനിലെ ഉപ്സലയിലുള്ള ഒരു നോർസ് ടെമ്പിളിനെ കുറിച്ചുള്ള ഒരു വലിയ ലേഖനം തന്നെ ഉള്ളത്. ഈ വൈക്കിങ്സ് എന്ന വെബ് സീരീസ് കണ്ടിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഉപ്സലയിലെ ആരാധനാലയം ഓർക്കുന്നുണ്ടാവണം. ഥോർ, ഓഡിന്, പിന്നെ ഫ്രേ എന്നീ 3 ദേവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെമ്പിൾ നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ 9 വർഷങ്ങൾ കൂടുമ്പോഴായിരുന്നു ഉപ്സലയിലെ പ്രധാന ഉത്സവം നടത്തപ്പെട്ടിരുന്നത്. അന്നത്തെ ദിവസം നോർസുകൾ അവരുടെ കൂടെ കഴിയുന്ന സകല ജീവികളിൽ നിന്നും ഓരോ വിഭാഗത്തിൽ നിന്നും 9 എണ്ണത്തെ അവിടെ വെച്ച് ബലി കൊടുക്കും. അക്കൂട്ടത്തിൽ ഇവരുടെ വീട്ടിൽ കൂട്ടത്തിലൊക്കെ കഴിയുന്ന പൂച്ച, നായ, കുതിര, പിന്നെ അവരുടെ കൈവശമുള്ള മനുഷ്യരായിട്ടുള്ള അടിമകൾ, ഇവരെയൊക്കെ ഇവർ ബലി കൊടുക്കും. ഈ ബലി കൊടുത്ത 9 പേരുടെയും മൃതദേഹങ്ങൾ ക്ഷേത്രത്തിന് പുറത്തുള്ള മരങ്ങളിൽ കെട്ടിത്തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷമാണ് നമ്മുടെ ഈ ആദം എന്ന് പറഞ്ഞ ഈ ചരിത്ര ഗവേഷകൻ ക്ഷേത്രത്തിന് പുറത്തുള്ള ഒരു കൂറ്റൻ വൃക്ഷത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. സാധാരണ മരങ്ങളെക്കാളും ഉയരമുണ്ടായിരുന്ന ഒന്നായിരുന്നു അത്. ബലി കൊടുത്ത ആളുകളുടെ ശരീരങ്ങൾ ഈ മരത്തിലും അവർ കെട്ടിത്തൂക്കിയൊക്കെ ഇടുമായിരുന്നു. ഇതിൻ്റെ ചുവട്ടിലൂടെ ഒരു വലിയ നദി, നല്ല ഒഴുക്കുള്ള ഒരു അരുവി ഒഴുകുന്നുണ്ട്. ഉത്സവ സമയത്ത് ആളുകൾ ആരെങ്കിലും കൂട്ടത്തിൽ ഉള്ള ആരെങ്കിലും പിടിച്ചിട്ട് ഈ ഒരു അരുവിയിലേക്ക്, ആ ഒരു ഒഴുക്കിലേക്ക് എടുത്തെറിയും. അയാൾ വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്നില്ലെങ്കിൽ അയാളെ ദേവന്മാർ സ്വീകരിച്ചു എന്നാണ് അർത്ഥം. അതോടുകൂടി കരയിൽ കൂടി നിൽക്കുന്ന ആളുകളുടെ പ്രാർത്ഥനകൾ ദേവന്മാർ കൈക്കൊള്ളുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇവരുടെ വിശ്വാസം. ഈ മരം ഏത് ഗണത്തിൽപ്പെടുന്നതാണ് എന്ന് ആദം എഴുതിയിട്ടില്ല. എന്നാൽ മറ്റ് ചില രേഖകളിൽ നിന്നും ഇത് ഒരു ആഷ് മരമോ അല്ലെങ്കിൽ യു എന്നറിയപ്പെടുന്ന മരമോ ആകാനാണ് സാധ്യത എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഈ മരം തന്നെയാണ് പിന്നീട് ഈ നോർസ് കഥകളിലെ പുരാണങ്ങളിലെ പടുകൂറ്റൻ ദിവ്യവൃക്ഷമായിട്ടുള്ള യഗ്ഡ്രാസിൽ തന്നെയായി മാറിയത് എന്ന് തന്നെയാണ് ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്ന ആളുകളുടെ അഭിപ്രായം. ചുരുക്കത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഇത്തരം ചില കാര്യങ്ങളാണ് പല കഥകളിലൂടെ 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അവിശ്വസനീയമായിട്ടുള്ള രീതിയിലുള്ള ഇത്തരം മിത്തുകളായിട്ട് മാറുന്നത്. എന്തായാലും ഈ മരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെയും ഇന്ന് ഉപ്സലയിൽ അവശേഷിക്കുന്നില്ല. എന്നാൽ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥാനത്ത് ഇന്ന് 1000 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണുള്ളത്.
പഴയ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവളപ്പിൽ തന്നെയാണ് ഈ പള്ളി ഇരിക്കുന്നത് എന്നാണ് കരുതുന്നത്. ഈ യഗ്ഡ്രാസിൽ മരത്തിന് സമാനമായിട്ടുള്ള ഒരു കൂറ്റൻ വൃക്ഷം നമ്മുടെ ആന്ധ്രാപ്രദേശിലുമുണ്ട്. തിമ്മമ്മ മാരിമനു എന്നറിയപ്പെടുന്ന ഇത് ഭൂമിയിലെ ഏറ്റവും വലിയ പേരാലാണ്. ഇതിൻ്റെ മേൽക്കാട് അഥവാ കാനപ്പിക്ക് 4.25 ഏക്കർ വിസ്തൃതിയാണുള്ളത്. ഇവിടെയുള്ള ആളുകളുടെ വിശ്വാസമൊക്കെ അനുസരിച്ചിട്ട് ഈ പേരാല് ഇപ്പോഴും നിൽക്കുന്ന സ്ഥലത്ത് കാലങ്ങൾക്ക് മുമ്പ് സതി അനുഷ്ഠിച്ച് മരണപ്പെട്ട ഒരു സ്ത്രീയുടെ പേരാണ് തിമ്മമ്മ എന്നത്. അവരുടെ ചിതയിൽ വെച്ചിരുന്ന ഒരു തടി പിന്നീട് മഴക്കാലത്ത് നാമ്പിട്ട് വളരുകയും കാലക്രമേണ ഇന്ന് കാണുന്ന രീതിയിലുള്ള കൂറ്റൻ പേരാലായി മാറിയെന്നുമാണ് വിശ്വാസം. മരങ്ങളെയും പക്ഷികളെയും മറ്റ് ചെറുജീവികളെയും സംരക്ഷിക്കുന്ന ഒട്ടേറെ കാവുകളുള്ള നമ്മുടെ നാട്ടിൽ പണ്ട് മരങ്ങൾക്കുണ്ടായിരുന്ന പ്രാധാന്യം ഇന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്നാൽ മരങ്ങൾ തീരെയില്ലാത്ത സഹാറ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ മരത്തിന് പോലും ഒരു കാടിൻ്റെ പ്രാധാന്യം ഉണ്ടാവും. അത്തരമൊരു മരമാണ് തീറി സാബിൻ ട്രീ. ആഫ്രിക്കയിലെ നൈജർ രാജ്യത്ത് സഹാറ മരുഭൂമിയിൽ ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലാണ് തീറി സബീൻ എന്നറിയപ്പെടുന്ന അക്കേഷ്യ മരം നിലനിൽക്കുന്നത്. ഇതുവഴി കടന്നു പോകുന്ന യാത്രികർ രാത്രിയിൽ തീ കൂട്ടുവാൻ വേണ്ടിയിട്ട് ഈ മരത്തിൻ്റെ ചില്ലകൾ അടർത്തിയെടുത്തത് കൊണ്ടാണ് ഈ മരം ഇപ്പോൾ കാണുന്ന രീതിയിൽ ആകെ നിസ്സഹായമായിട്ടുള്ള ഒരവസ്ഥയിൽ എത്തിച്ചേർന്നത്. വേരുകളൊക്കെ മണ്ണിന് വെളിയിൽ വന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇതുള്ളത്. ആഫ്രിക്കയിൽ എല്ലാ വർഷവും നടത്തുന്ന ഓഫ് റോഡ് റാലിയാണ് ഡക്കാർ റാലി. ഇത് തുടങ്ങി വെച്ച തീറി സബീൻ 1986 ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ശേഷം അദ്ദേഹത്തിൻ്റെ ചാരം ആളുകൾ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അക്കേഷ്യ മരത്തിൻ്റെ ചുവട്ടിലാണ് വിതറിയത്. അദ്ദേഹത്തിന് ഈ ഒരു സ്ഥലത്തോടുള്ള പ്രത്യേക അടുപ്പം കാരണമാണ് അങ്ങനെ ചെയ്തത്. എന്തായാലും അങ്ങനെയാണ് പേരില്ലാതെ സഹാറയിൽ ഒറ്റപ്പെട്ട് നിന്നിരുന്ന ഈ അക്കേഷ്യ മരത്തിന് തീറി സബീൻ ട്രീ എന്ന പേര് കൈവന്നത്. അതിപ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ദുരൂഹത നിറഞ്ഞതും രസകരമായിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാം. ഡേവി ജോൺസ് ലോക്കർ. പൈറേറ്റ്സ് ഓഫ് കരീബിയൻ മൂവി സീരീസ് ഇറങ്ങിയതോടു കൂടിയിട്ടാണ് കൂടുതൽ ആളുകളും ഈ പേര് കേട്ടു തുടങ്ങിയത്. ഫ്ലൈയിങ് ഡച്ച്മാൻ എന്ന പ്രേതക്കപ്പലിൻ്റെ ക്യാപ്റ്റനായിട്ടാണ് ഡേവി ജോൺസ് സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. കൂടാതെ മരണപ്പെട്ട നാവികരുടെ ആത്മാക്കൾ കുടുങ്ങിക്കിടക്കുന്ന മാന്ത്രിക ദ്വീപ് കൂടിയാണ് ഡേവി ജോൺസ് ലോക്കർ. കൊളംബസും മഗലനും ഗാമയും ഡ്രേക്കും കപ്പലുകളിൽ ലോകം ചുറ്റി നടക്കുന്ന നൂറ്റാണ്ടുകളിൽ ഇങ്ങനെയൊരു പേരോ സങ്കല്പമോ കഥയോ ഉണ്ടായിരുന്നില്ല. 1700-കൾക്ക് ശേഷമാണ് നാവികരുടെ ഇടയിൽ ഡേവി ജോൺസ് എന്ന പേരും ഡേവി ജോൺസ് ലോക്കർ എന്ന മിസ്റ്റിക് പ്ലേസും കേട്ടു തുടങ്ങിയത്. ആദ്യമൊക്കെ കടലിലെ ആഴമേറിയ സ്ഥലങ്ങളെ സൂചിപ്പിക്കാനായിട്ടായിരുന്നു ഈ ഡേവി ജോൺസ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഡേവി ജോൺസ് ലോക്കർ എന്ന പേര് ഉപയോഗിച്ച് തുടങ്ങിയത്. പിന്നീട് കടലിൽ മരിക്കുന്ന നാവികരുടെ ആത്മാക്കൾ ഏറ്റവും ആഴം കൂടിയ സ്ഥലങ്ങളിലേക്കാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിലേക്കാണ് പോവുക എന്നുള്ള അർത്ഥത്തിൽ ഒരാൾ കടലിൽ വെച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഇപ്പോൾ ഡേവി ജോൺസ് ലോക്കറിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു തുടങ്ങി. അങ്ങനെ കടൽക്ഷോഭത്തിൽ മരണപ്പെട്ട നാവികരുടെ ആത്മാക്കൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലമെന്ന പേരിൽ ഡേവി ജോൺസ് ലോക്കർ അറിയപ്പെട്ടു തുടങ്ങി. ഈ ഡേവി ജോൺസ് ലോക്കറിനെ കുറിച്ചിട്ട് വിവിധ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന വിവരണങ്ങളാണ് അതിലും രസം. വൈക്കിങ്ങുകളുടെ വൽഹല മോഡലിൽ നീളമേറിയ അവസാനമില്ലാത്ത ഒരു ഹാളാണ് ഡേവി ജോൺസ് ലോക്കർ. മരണപ്പെട്ട നാവികരുടെ ആത്മാക്കളെ ഈ ഹാളിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്ന ഓരോ കുപ്പികളിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. ചില വിവരണങ്ങളിൽ ഈ ആത്മാക്കൾ ഡേവി ജോൺസ് എന്ന പിശാചിൻ്റെ അടിമയായിട്ട് ജോലി ചെയ്യേണ്ടി വരും എന്നും എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ ഇത്തരം കെട്ടുകഥകളുടെ തുടക്കം ഇവിടെ നിന്നാവാനാണ് സാധ്യത. ഡേവി ജോൺസ് എന്ന പേര് ആദ്യമായിട്ട് എഴുതപ്പെട്ട് കാണപ്പെട്ടത് നമ്മുടെ റോബിൻസൺ ക്രൂസോ നോവൽ എഴുതിയ സാക്ഷാൽ ഡാനിയൽ ഡീഫോയുടെ പേരിൽ അറിയപ്പെടുന്ന ദ 4 Years വോയേജസ് ഓഫ് ക്യാപ്റ്റൻ ജോർജ് റോബർട്ട്സ് എന്ന നോവലിലാണ്. പിന്നീട് 1751 ഇറങ്ങിയ ടോബിയാസ് മോലറ്റ് എഴുതിയ അഡ്വഞ്ചേഴ്സ് ഓഫ് പെരിഗ്രീൻ പിക്കിൾ എന്ന നോവലിൽ കടലിൽ മരണപ്പെടുന്ന മനുഷ്യരുടെ ആത്മാക്കളുടെ മേൽ പൂർണ്ണ അധികാരമുള്ള ചെകുത്താനായിട്ടാണ് ഡേവി ജോൺസിനെ കാണിച്ചിട്ടുള്ളത്. കടലിലെ സകല ദുരന്തങ്ങൾക്കും കാരണം ഡേവി ജോൺസ് ആണെന്നാണ് ഈ നോവലിൽ എഴുതിയിട്ടുള്ളത്. എന്നാൽ ഈ പേരിൻ്റെയും കഥയുടെയും തുടക്കം ഇന്നും ദുരൂഹമാണ്. ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് 2 പേരുകൾ കൂട്ടി യോജിച്ചിട്ടാണ് ഈ ഡേവി ജോൺസ് എന്ന പേര് ഉണ്ടായത് എന്നാണ്. ഡെവിൾ പിന്നെ ജോന. ജോന അല്ലെങ്കിൽ യോന എന്ന പേര് ബൈബിളിലൂടെ നമുക്ക് പരിചിതമായിട്ടുള്ളൊരു പേരാണ്. ബൈബിളിലെ ആ ഒരു കഥയനുസരിച്ചിട്ട് ദൈവത്തിൽ നിന്നും ഒളിച്ചോടാനായിട്ട് കപ്പലിൽ കയറിയ യോനായെ പിന്നീടുണ്ടായ കൊടുങ്കാറ്റും കടൽക്ഷോഭവും അയാൾ മൂലമാണ് എന്ന് ആരോപിച്ച് നാവികർ കടലിൽ എറിയുകയും ശേഷം യോനായെ അല്ലെങ്കിൽ ജോനായെ ഒരു കൂറ്റൻ മത്സ്യം വിഴുങ്ങുകയും യോന അവിടെ നിന്നും രക്ഷപ്പെട്ട് വരികയും ചെയ്യുന്നതായിട്ടാണ് ബൈബിളിൽ എഴുതിയിട്ടുള്ളത്. യോന എന്ന പേര് നാവികർക്ക് ഭയമുണ്ടാകാനുള്ള കാരണം ഇതാണ്. യോനായെപ്പോലെ ഒരാൾ കപ്പലിൽ ഉണ്ടെങ്കിൽ അപകടം ഉറപ്പാണ് എന്ന വിശ്വാസം കാലക്രമേണ രൂപപ്പെടുവാൻ ഇത് കാരണമായി. കൊടുങ്കാറ്റിൽപ്പെട്ട് ഏതെങ്കിലും കപ്പലിങ്ങനെ ആടി ഉലയുന്ന സമയത്ത് ഇത്തരം ഒരു യോന കപ്പലിൽ കിടന്നുറങ്ങുന്നുണ്ട് എന്ന് ആളുകൾ ആദ്യമൊക്കെ തമാശയായിട്ടും പിന്നീട് കാര്യമായിട്ടും പറഞ്ഞു തുടങ്ങി.
നമുക്കുണ്ടാകുന്ന ദൗർഭാഗ്യങ്ങളുടെ മുഴുവനായിട്ടുള്ള ഉത്തരവാദിത്തം പിശാചനായതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ യോനായുടെ പേരും പിശാചിൻ്റെ പേരും ഡെവിൾ, ജോന എന്നിങ്ങനെ ആളുകൾ ഒരുമിച്ച് പറയുവാൻ തുടങ്ങി. എന്നാൽ ഈ രണ്ട് പേരുകളും പറയുന്നത് അപകടം വിളിച്ചു വരുത്തുമെന്ന് തോന്നിയതുകൊണ്ട് ഡെവിളിനെ ഡേവി എന്നും ജോനായെ ജോൺസ് എന്നും പറഞ്ഞു തുടങ്ങുകയും അവസാനം പിശാചും ദൗർഭാഗ്യവും ഒരുമിച്ച് ചേർന്ന് ഡേവി ജോൺസ് എന്ന കഥാപാത്രം രൂപപ്പെടുകയും ചെയ്തു. പഴയ കാലത്തെ കപ്പലുകളിൽ സീ ചെസ്റ്റ്, സീ ലോക്കർ എന്നൊക്കെ പറയുന്നത് അക്കാലത്തെ നാവികർ തങ്ങളുടെ സ്വകാര്യ സാധനങ്ങൾ കപ്പലിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പെട്ടിയെയാണ്. ഇത്തരം ഒരു പെട്ടിയിലാണ് കടലിൽ മരണപ്പെടുന്ന നാവികരുടെ ആത്മാക്കളെ പിശാജ് അല്ലെങ്കിൽ ഡേവി ജോൺസ് സൂക്ഷിച്ചു വെക്കുന്നത് എന്നുള്ള കഥകൾ പിന്നീട് കേട്ടു തുടങ്ങിയതോടെ ഡേവി ജോൺസ് ലോക്കർ എന്ന പേര് കൂടി പ്രചാരത്തിലായി. ഇത് ആദ്യമൊക്കെ ഒരു ചെറിയ പെട്ടി മാത്രമായിരുന്നു. അവസാന ജഡ്ജ്മെന്റിന്റെ സമയം വരെയും ഡേവി ജോൺസ് ആത്മാക്കളെ തടവിൽ വെക്കുന്നത് ഈ ഒരു പെട്ടിക്കുള്ളിലാണ്. പിന്നീട് കഥകൾ വികസിച്ചു വന്നതോടെ പെട്ടിയിൽ സ്ഥലം പോരാതെ വരികയും ഡേവി ജോൺസ് ലോക്കർ ഒരു മിസ്റ്റിക് പ്ലേസ് തന്നെയായിട്ട് മാറുകയും ചെയ്തു. എന്നാൽ ഡേവി ജോൺസിന്റെ പേരിൽ ഇപ്പോൾ കേൾക്കുന്ന കഥകൾ പലതും സത്യത്തിൽ പണ്ട് മറ്റൊരു സാങ്കല്പിക കഥാപാത്രത്തിന്റെ പേരിലുള്ളതായിരുന്നു എന്നതാണ് രസം. 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലാകമാനം ഉണ്ടായിരുന്ന കെൾട്ട് സംസ്കാരത്തിലായിരുന്നു ഇത്തരമൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നത്. ഫിർ റിയാത്ത് അഥവാ ഗ്രേ മാൻ എന്നായിരുന്നു അതിൻ്റെ പേര്. സ്കോട്ട്ലൻഡിലെ രണ്ടാമത്തെ വലിയ കൊടുമുടിയായിട്ടുള്ള ബീൻ മക്ദൂയി കയറുന്ന ആളുകളെയാണ് ഈ ഗ്രേമാൻ എന്ന് പറഞ്ഞ ഈ ഒരു കഥാപാത്രം, ഈ ഒരു പിശാജ് ഭയപ്പെടുത്തിയിരുന്നത്. സാഹസികനായിട്ടുള്ള ജോൺ നോർമൽ കോളി ഈ ഗ്രേമാൻ്റെ കാലടികളുടെ ശബ്ദം കേട്ട് ഭയന്നിട്ട് തിരികെ പോന്നിട്ടുള്ള ചരിത്രം വരെയും ഉണ്ടായിട്ടുണ്ട്. കനത്ത മൂടൻ മഞ്ഞിൽ ഭാരം കൂടി ഒരു ജീവി നടന്നു വരുന്ന ശബ്ദമാണ് പലരും കേട്ടിട്ടുള്ളത്. ബീൻ മക്ദൂയിൽ കോടമഞ്ഞ് മൂടുമ്പോൾ ആളുകൾ ഭയപ്പെട്ടിരുന്ന ഒരു കാലം കൂടി അന്നുണ്ടായിരുന്നു. രസം എന്താണെന്ന് വെച്ചാൽ വെൽഷ് മിതോളജിയിലെ ബ്രെനിൻ ലിവിഡ് എന്ന മറ്റൊരു സാങ്കല്പിക ജീവിയിൽ നിന്നാണ് ഈ ഗ്രേമാൻ തന്നെ ഉണ്ടായത്. എന്തായാലും ബീൻ മക്ദൂയിൽ ഒരു വിചിത്ര ജീവിയുണ്ട് എന്ന നോർമൻ കോളിയുടെ അവകാശവാദത്തെ ഒട്ടനവധി സാഹസികർ പിന്നീട് പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. പലരും പിന്നീട് അവർക്കുണ്ടായ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കോടമഞ്ഞിനുള്ളിലൂടെ ആരോ നടന്നു വരുന്നതായിട്ടാണ് പലർക്കും തോന്നിയിട്ടുള്ളത്. ഒരു ഫുൾ ഡേ മുഴുവനും ആരോ തങ്ങളുടെ പുറകെ വരുന്നതായിട്ട് പിന്തുടരുന്നതായിട്ട് തോന്നിയിട്ടുള്ളതായിട്ട് പലരും പിന്നീട് പറഞ്ഞിട്ടുമുണ്ട്. വലിപ്പമുള്ള ഒരു നിഴൽ രൂപത്തെ ചിലർ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. സത്യത്തിൽ ഇതെന്തായിരുന്നു എന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് മറ്റൊരു സംഭവം കൂടി നോക്കാം. 18-ാം നൂറ്റാണ്ടിൽ തെക്കേ അമേരിക്കയിലെ ഇക്വഡോറിലേക്ക് ഫ്രഞ്ചുകാർ ഒരു സയൻറ്റിഫിക് എക്സ്പെഡീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ അന്താരാഷ്ട്ര ശാസ്ത്ര പരിവേഷണമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഈ സംഘത്തിൽപ്പെട്ട 2 പേര് പമ്പമാർക്ക എന്ന അഗ്നിപർവ്വതത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ തങ്ങൾക്കുണ്ടായ വിചിത്രമായ ഒരു അനുഭവം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഇവരുടെ തന്നെ വളരെയധികം പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ഒരു നിഴൽ രൂപം, വലിയ വലുപ്പത്തിലുള്ള ഒരു നിഴൽ രൂപം കണ്ടാണ് ആളുകൾ ഞെട്ടിയത്. അത് കണ്ടാൽ വളരെയധികം ഉയരമുള്ള ഒരാൾ തങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് എന്നേ തോന്നുകയുള്ളൂ. മാത്രവുമല്ല, നിഴൽ രൂപത്തിൻ്റെ തലയ്ക്ക് ചുറ്റും ഒരു ഹാലോ അല്ലെങ്കിൽ ഒരു പ്രകാശ വളയം കൂടി ഉണ്ടായിരുന്നു. ആ സംഘത്തിൽ അപ്പോൾ 7 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കാര്യം അവർ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്തപ്പോഴാണ് മറ്റൊരു കാര്യം വെളിപ്പെട്ടത്. ഓരോരുത്തർക്കും അവരവരുടെ നിഴൽ രൂപത്തിൻ്റെ തലയ്ക്ക് ചുറ്റിനും മാത്രമാണ് ഹാലോ ഇഫക്റ്റ് ഉണ്ടായിരുന്നത്. മറ്റുള്ള ആളുകളുടെ നിഴലുകളുടെ തലയ്ക്ക് ചുറ്റിനും ആ ഒരു പ്രകാശം ഉണ്ടായിരുന്നില്ല. അതൊരു സയൻറ്റിഫിക് എക്സ്പെഡിഷൻ ആയിരുന്നതുകൊണ്ട് തങ്ങൾ കണ്ടതൊരു ഒപ്റ്റിക്കൽ ഫിനോമിനൻ മാത്രമാണ് എന്ന് അവർക്ക് അന്നേ അറിയാമായിരുന്നു. ഇന്ന് സയൻസിൽ ബ്രോക്കൺ സ്പെക്ടർ എന്നാണ് ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത്. ഭൂമിയിലെ ഒട്ടുമിക്ക കൊടുമുടികളിലും ഈ ഒരു പ്രതിഭാസം കാണുവാനായിട്ട് സാധിക്കും. സത്യത്തിൽ മുമ്പ് പറഞ്ഞ ബീൻ മക്ദൂയി കൊടുമുടിയിലെ ഗ്രേമാൻ എന്ന കഥാപാത്രം ഈ ഒരു ബ്രോക്കൺ സ്പെക്ടർ പ്രതിഭാസത്തിന്റെ സൃഷ്ടിയാണ് എന്നാണ് ഇപ്പോഴും കരുതപ്പെടുന്നത്. പക്ഷേ ഇതൊക്കെ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ഈ ഇംഗ്ലീഷുകാരും സ്കോട്ട്ലൻഡുകാരും ഒക്കെ കപ്പലുകളൊക്കെ എടുത്തുകൊണ്ട് ലോകം ചുറ്റാനായിട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രേമാൻ എന്ന ഈ സങ്കല്പം കടലിലും തൻ്റെ സ്വാധീനം ഉറപ്പിക്കുകയും ഡേവി ജോൺസ് എന്ന സാങ്കല്പിക കഥാപാത്രത്തിൻ്റെ സ്വഭാവ നിർണ്ണയത്തിൽ ഈ ഒരു ഗ്രേമാൻ കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കുകയും ചെയ്തു. അതായത് ഗ്രേമാൻ്റെ കുറച്ച് സ്വഭാവ വിശേഷങ്ങൾ അവസാനം ഈ ഡേവി ജോൺസിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കടലിൽ കട്ടിയേറിയ മൂടൽമഞ്ഞ് വ്യാപിക്കുമ്പോൾ ഗ്രേമാന് പകരം ഡേവി ജോൺസ് പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങി. ഇതേപോലെ തന്നെ ഡേവി ജോൺസ് എന്ന മിക്തിക്കൽ ക്യാരക്ടറിന് കൂടുതൽ സംഭാവനകൾ കൊടുത്ത മറ്റൊരു ഗോസ്റ്റ് കൂടിയുണ്ട്. കരീബിയൻ ഭാഗങ്ങളിലെ ആദിമ ഗോത്രക്കാരുടെ വിശ്വാസങ്ങളിലുള്ള ഡ്യൂപ്പി അല്ലെങ്കിൽ ഡഫി എന്ന പിശാചാണത്. അവരുടെ ഭാഷയിൽ പ്രേതം എന്നാണ് അതിൻ്റെ അർത്ഥം. മഴയും കാറ്റും ചുഴലിയും ഉള്ളപ്പോൾ തന്നെയാണ് ഡ്യൂപ്പിയും പ്രത്യക്ഷപ്പെടുന്നത്. ഈ ഡ്യൂപ്പിയാണ് പിന്നീട് ഡേവിയായി മാറിയതെന്നും ചില ഗവേഷകർക്ക് അഭിപ്രായമുണ്ട്. ഇനി ശരിക്കും ഡേവി ജോൺസ് എന്ന പേരിൽ ഒരാൾ ഉണ്ടായിരുന്നോ എന്നാണ് നാം അന്വേഷിക്കേണ്ടത്. സത്യത്തിൽ 1630കളിൽ കരീബിയൻ കടലിൽ ഡേവിഡ് ജോൺസ് എന്ന പേരിൽ ഒരു പൈറേറ്റ് ഉണ്ടായിരുന്നതാണ്. സ്പാനിഷ് പോർട്ടുഗീസ് കപ്പലുകൾ കൊള്ളയടിക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാന പണി. എന്നാൽ ഇത്തരം ഒരു പൈശാചിക വേഷം ചാർത്തി കിട്ടുവാനുള്ള താരപരിവേഷമൊന്നും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല.
അക്കാലങ്ങളിൽ ഉണ്ടായിരുന്ന നൂറുകണക്കിന് കടൽ കൊള്ളക്കാരിൽ പ്രാധാന്യം അർഹിക്കാത്ത ഒരാൾ മാത്രമായിരുന്നു ഈ ശരിക്കുള്ള ഡേവിഡ് ജോൺസ്. എന്നാൽ ഡേവി ജോൺസിന് മുകളിൽ ചാർത്തി കൊടുത്തിരിക്കുന്ന സ്വഭാവങ്ങളോട് ഏറെക്കുറെ സമാനതകളുള്ള ആ രീതിയിലുള്ള പെരുമാറ്റ രീതികളുള്ള ഒരു ബ്രിട്ടീഷുകാരൻ പബ്ബ് നടത്തിപ്പുകാരൻ ശരിക്കും ഉണ്ടായിരുന്നു. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ തുടർച്ചയായിട്ട് യുദ്ധങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ നാവികരാകാനായിട്ട് ആളുകളെ കിട്ടാനില്ലാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കപ്പിത്താന്മാർ ഒരു വിദ്യ പ്രയോഗിച്ചു. കപ്പൽ ഏതെങ്കിലും തുറമുഖത്തോട് അടുക്കുമ്പോൾ കപ്പലിലെ സമർത്ഥരായിട്ടുള്ള കുറച്ച് നാവികർ കരയിലേക്ക് ഇറങ്ങും. എന്നിട്ട് അവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ ആയിട്ട് ചെങ്ങാത്തം കൂടും. ശേഷം അവരെയും കൊണ്ട് അടുത്തുള്ള പബ്ബിൽ ചെന്നിട്ട് അവർക്ക് കണക്കിന് മദ്യം വാങ്ങി കൊടുക്കും. അവസാനം ബോധം പോകുന്ന ആ പാവം ചെറുപ്പക്കാരെ തൂക്കിയെടുത്ത് കപ്പലിലേക്ക് കൊണ്ടുവരും. അവർക്ക് ബോധം തെളിയുമ്പോഴേക്കും കപ്പൽ പുറം കടലിൽ എത്തിയിട്ടുണ്ടാവും. പിന്നീട് 3-4 വർഷങ്ങൾ കഴിഞ്ഞിട്ടാവും അവർക്ക് സ്വന്തം നാട്ടിൽ മടങ്ങിയെത്താനായിട്ട് സാധിക്കുക. ചിലപ്പോൾ ഒരിക്കലും വന്നില്ലെന്നും വരും. ഇതുപോലെ ആളുകളെ അന്വേഷിച്ച് കരയിൽ ഇറങ്ങുന്ന നാവികരെ പബ്ബ് ഉടമകളും സഹായിക്കാറുണ്ടായിരുന്നു. അത്തരം ഒരു പബ്ബ് ഉടമയായിരുന്നു ഡേവിഡ് ജോൺസ്. ഇയാൾ ഇദ്ദേഹത്തിൻ്റെ പബ്ബിൽ കുടിക്കുവാനായിട്ട് വരുന്ന ചെറുപ്പക്കാർക്ക് അമിതമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ കൂടുതൽ മദ്യം കൊടുക്കും. എന്നിട്ട് അതിൻ്റെ കാശ് കിട്ടാത്തതിൻ്റെ പേരിൽ അവരെ കടയുടെ പുറകിലുള്ള ഒരു റൂമിൽ ലോക്ക് ചെയ്തങ്ങിടും. ഇത്തരം കുടിയൻ തടവുകാരെ അയാൾ കപ്പലിലേക്ക് ജോലിക്കാരെ അന്വേഷിച്ച് വരുന്ന മുമ്പത്തെ ആ നാവികരുണ്ടല്ലോ അവർക്ക് വിൽക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ഈ ഡേവിഡ് ജോൺസിൻ്റെ ലോക്കറിൽ പെട്ടാൽ ജീവിതം നശിച്ചത് തന്നെയാണ്. ഈ കള്ള് ഷാപ്പിൻ്റെ ഉടമയായിട്ടുള്ള ഡേവിഡ് ജോൺസും നമ്മുടെ ഈ ഡേവി ജോൺസ് എന്ന സാങ്കല്പിക വ്യക്തിയുടെ പേരിൻ്റെയും സ്വഭാവത്തിൻ്റെയും രൂപീകരണത്തിൽ ഒട്ടേറെ പങ്ക് വഹിച്ചിരിക്കാനായിട്ട് സാധ്യതകളുണ്ട്. പൈറേറ്റ്സ് ഓഫ് കരീബിയൻ ഡെഡ് മാൻസ് ചെസ്റ്റ് എന്ന സിനിമയിൽ ഡേവി ജോൺസ് ഫ്ലൈയിങ് ഡച്ച്മാൻ എന്നൊരു ഗോസ്റ്റ് ഷിപ്പിലാണ് സഞ്ചരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിലാണ് കടലിൽ ഏത് സമയത്തും പ്രത്യക്ഷപ്പെടുന്ന ഒരു ഗോസ്റ്റ് ഷിപ്പിനെ കുറിച്ചുള്ള കഥകൾ പ്രചരിക്കുന്നത്. ഈ കപ്പൽ പ്രത്യക്ഷപ്പെടുമ്പോൾ കപ്പലിൻ്റെ ചുറ്റും തിളങ്ങുന്ന ഒരു പ്രകാശവും ഉണ്ടാവും. വരാനിരിക്കുന്ന ദുർനിമിത്തങ്ങളുടെ മുന്നറിയിപ്പായിട്ടാണ് ഫ്ലൈയിങ് ഡച്ച്മാൻ്റെ പ്രത്യക്ഷപ്പെടൽ എന്നായിരുന്നു നാവികരുടെ വിശ്വാസം. ഒട്ടനവധി പേര് ഫ്ലൈയിങ് ഡച്ച്മാൻ എന്ന പ്രേതക്കപ്പലിനെ കണ്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിലേറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടത് ബ്രിട്ടനിലെ ജോർജ് 5-ാമൻ രാജാവിൻ്റെ റിപ്പോർട്ടുകളാണ്. അതായത് ഒരു രാജാവ് തന്നെ അല്ലെങ്കിൽ രാജാവാൻ പോകുന്ന ഒരാൾ തന്നെ നേരിട്ട് ഈ ഫ്ലൈയിങ് ഡച്ച്മാനെ കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജാവാകുന്നതിന് മുമ്പ് 1880 കാലഘട്ടങ്ങളിൽ ഇദ്ദേഹം ഏതാണ്ട് 3 വർഷങ്ങൾ കടലിൽ യാത്രകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. 1881 ജൂലൈ 11 നേരം വെളുക്കുന്നതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം ഫ്ലൈയിങ് ഡച്ച്മാനെ നേരിട്ട് കണ്ടത്. അപ്പോൾ അദ്ദേഹം HMS ഇൻകോൺസ്റ്റന്റ് എന്ന കപ്പലിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലോഗ് ബുക്ക് അനുസരിച്ചിട്ട് വെളുപ്പിനെ 4 മണിക്കാണ് തൊട്ടരികിൽ ഫ്ലൈയിങ് ഡച്ച്മാൻ പ്രത്യക്ഷപ്പെട്ടത്. കപ്പൽ ആ സമയം ചുവന്ന പ്രകാശത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഏതാണ്ട് 200 മീറ്റർ അകലെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്ന 12 പേരും ഗോസ്റ്റ് ഷിപ്പ് കണ്ടു എന്ന് തന്നെ അദ്ദേഹം വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചക്രവാളത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി ആകാശത്ത് നിന്നും തൂങ്ങിക്കിടക്കുന്നത് പോലെയാണ് ഫ്ലൈയിങ് ഡച്ച്മാൻ്റെ രൂപം അവർ കണ്ടത്. വളരെ വിശദമായിട്ട് തന്നെ എഴുതിയ ജോർജ് 5-ാമൻ്റെ ഈ റിപ്പോർട്ട് ഫ്ലൈയിങ് ഡച്ച്മാൻ്റെ ദുരൂഹത കൂട്ടും എന്നാണ് കരുതിയതെങ്കിൽ തെറ്റി. പകരം അത് പാടെ ഇല്ലാതാക്കുവാനായിട്ടാണ് ഇത് സഹായിച്ചത് എന്നതാണ് രസകരം. രാജാവ് കണ്ടത് ലൂമിംഗ് എന്നറിയപ്പെടുന്ന ഒപ്റ്റിക്കൽ ഇല്യൂഷൻ തന്നെയാണ് എന്ന് സയൻറ്റിസ്റ്റുകൾക്ക് ഉറപ്പിക്കുവാനായിട്ട് ഈ റിപ്പോർട്ട് സഹായകരമായി. തൊട്ടടുത്തുള്ള മറ്റേതെങ്കിലും കപ്പലിൻ്റെ വലിപ്പമേറിയിട്ടുള്ള ഒരു പ്രതിരൂപം വായുവിൽ തൂങ്ങിക്കിടക്കുന്ന പോലെ തോന്നുക, അതാണ് ശരിക്കും പറഞ്ഞാൽ ലൂമിംഗ് എന്നറിയപ്പെടുന്ന പ്രതിഭാസം. വേറെ റിപ്പോർട്ടുകളിൽ ഫ്ലൈയിങ് ഡച്ച്മാൻ വായുവിൽ തലകീഴായിട്ട് തൂങ്ങിക്കിടക്കുന്നതായിട്ടാണ് ചില ആളുകൾക്ക് അനുഭവപ്പെട്ടത്. ഇത് സത്യത്തിൽ നമ്മൾ കാണുന്ന മിറാഷ് അല്ലെങ്കിൽ മരീചിക മാത്രമാണ്. ഇതിന് രണ്ടിനും സമാനമായിട്ടുള്ള മറ്റൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ് ഫറ മൊർഗാന. ഇറ്റാലിയൻ തീരങ്ങളിൽ കാണപ്പെടുന്ന ഇത് മറ്റൊരു തരത്തിലുള്ള മരീചിക മാത്രമാണ്. ചുരുക്കത്തിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത ദൂരത്തിൽ കിടക്കുന്ന ചില കപ്പലുകൾ ഇത്തരം ചില പ്രതിഭാസങ്ങൾ കാരണം തൊട്ടടുത്തോ ആകാശത്ത് തലകുത്തനെ നിൽക്കുന്നതായിട്ടോ നമുക്ക് കാണപ്പെടാം. ഇതൊന്നും തിരിച്ചറിയുവാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് ഫ്ലൈയിങ് ഡച്ച്മാൻ എന്ന പ്രേതക്കപ്പലാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ച് പോയതാണ്. സത്യത്തിൽ ഫ്ലൈയിങ് ഡച്ച്മാൻ എന്ന പേര് എവിടെ നിന്നാണ് വന്നത്? ഇവിടെയാണ് രസം. ഫ്ലൈയിങ് ഡച്ച്മാൻ ഒരു കപ്പലേ ആയിരുന്നില്ല, മറിച്ച് ശരിക്കും ജീവിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഫ്ലൈയിങ് ഡച്ച്മാൻ. ബെർണാഡ് ഫോക്കെ എന്ന പേര് നിങ്ങൾ തീർച്ചയായും കേട്ടിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. എന്നാൽ ഇദ്ദേഹമായിരുന്നു ശരിക്കുള്ള ഫ്ലൈയിങ് ഡച്ച്മാൻ. 17-ാം നൂറ്റാണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ കപ്പിത്താനായിരുന്നു ബെർണാഡ് ഫോക്കെ. അക്കാലത്ത് മറ്റ് കപ്പിത്താന്മാരെക്കാളും വേഗത്തിലാണ് ഫോക്കെ തൻ്റെ കപ്പലുകൾ ഓടിച്ചിരുന്നത്. ഡച്ച് റിപ്പബ്ലിക്കിൽ നിന്നും ഇന്തോനേഷ്യയിലേക്കായിരുന്നു ഫോക്കെ സ്ഥിരമായിട്ട് കപ്പലുകൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഗുഡ് ഹോപ്പ് മുൻപ് ചുറ്റിയുള്ള ആ യാത്ര അക്കാലത്ത് വളരെയധികം അപകടം പിടിച്ച ഒരു യാത്ര തന്നെയായിരുന്നു. എന്നാൽ ഈ റൂട്ടിൽ മറ്റ് കപ്പലുകളെക്കാളും വളരെ വേഗത്തിൽ ചിലപ്പോഴും 1-2 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഫോക്കെ തൻ്റെ കപ്പലുമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും.
ഉദാഹരണത്തിന് 1678 3 മാസം 4 ദിവസങ്ങൾ കൊണ്ടാണ് ഫൊക്കെ ജാവയിൽ എത്തിച്ചേർന്നത്. മറ്റ് കപ്പലുകൾ അക്കാലത്ത് 4 മാസം സമയം വരെയും എടുക്കുന്ന യാത്രയാണ് ഫൊക്കെ 1 മാസം മുമ്പേ ഓടി തീർത്തത്. അവസാനം ഫൊക്കയുടെ ഈ ഒരു വല്ലാത്ത വേഗത ആളുകൾക്കിടയിൽ സംസാര വിഷയമായി. ഫൊക്കയ്ക്ക് ചെകുത്താൻ്റെ സഹായമുണ്ടെന്നും ഇതാണല്ലോ നമ്മുടെ പതിവ്, അതുകൊണ്ടാണ് ഈ ഒരു അസാമാന്യ വേഗത കൈവരിക്കാനായിട്ട് സാധിക്കുന്നതും എന്നാണ് ആളുകൾ പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ പൈശാചിക വേഗതയിൽ കപ്പലുമായിട്ട് പറക്കുന്ന ഡച്ചുകാരൻ ഫൊക്കയ്ക്ക് ഫ്ലൈയിങ് ഡച്ചുമാൻ എന്ന പേര് വീണു. അങ്ങനെ ഈ ബെർണാഡ് ഫൊക്കെ നിയന്ത്രിച്ചിരുന്ന കപ്പലുകൾക്ക് ക്രമേണ ഫ്ലൈയിങ് ഡച്ചുമാൻ എന്ന വിളിപ്പേര് കിട്ടിത്തുടങ്ങി. അങ്ങനെയാണ് കടലിൽ മിന്നായം പോലെ പ്രത്യക്ഷപ്പെടുന്ന ഗോസ്റ്റ് ഷിപ്പുകൾക്ക് ഫ്ലൈയിങ് ഡച്ചുമാൻ എന്ന പേര് കൈവന്നത്. 1808 വരെയും അക്കാലത്ത് ബറ്റേവിയ എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ജക്കാർത്തയിൽ ഈ ബെർണാഡ് ഫൊക്കയുടെ ഒരു പ്രതിമ പോലും ഉണ്ടായിരുന്നു. സത്യത്തിൽ ഫ്ലൈയിങ് ഡച്ചുമാനും ഡേവി ജോൺസും തമ്മിൽ യാതൊരു ബന്ധവും അക്കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് പുറത്തിറങ്ങിയ ഫിക്ഷൻ നോവലുകളിലാണ് ഡേവി ജോൺസിൻ്റെ കപ്പലായിട്ട് ഈ ഫ്ലൈയിങ് ഡച്ചുമാൻ അവതരിച്ചത്. നോക്കിക്കേ, മനുഷ്യർ ഇത്തരം ഓരോ കാര്യങ്ങൾ സങ്കല്പിക്കുകയും പിന്നീട് അത് കഥകളായി മാറുകയും പല കഥകൾ കൂടി ചേർന്നിട്ട് ഒരു സാങ്കല്പിക കഥാപാത്രം പിറവിയെടുക്കുകയും പിന്നീട് അത് സത്യമാണോ മിഥ്യയാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം ചരിത്രത്തിൽ ഇഴുകിച്ചേരുകയും ചെയ്യും. പക്ഷേ ഇത്തരം ചിന്തകളും സങ്കല്പങ്ങളും തന്നെയാണ് മനുഷ്യനെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്, തൻ്റെ സ്വപ്നങ്ങളിലുള്ള താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നാടുകൾ പണ്ട് മുതലേ മനുഷ്യൻ സ്വപ്നം കണ്ടിരുന്നതാണ് എന്ന്. അറ്റ്ലാന്റിസ് പോലുള്ള നഗരങ്ങളെക്കുറിച്ചുള്ള കഥകൾ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ രാപകലോളം ജോലി ചെയ്ത് അധ്വാനിച്ച് പണി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന നിങ്ങൾ ഒരിക്കലും ഒരു അറ്റ്ലാന്റിസ് നഗരമാവില്ല ആ സമയത്ത് സ്വപ്നം കാണുന്നത്. ജോലി ചെയ്യാതെ ജീവിക്കാൻ കഴിയുന്ന, എന്തും ചെയ്യുവാൻ സ്വാതന്ത്ര്യമുള്ള, ഭൂമിയിൽ കിട്ടാത്ത കാണാത്ത പല കാര്യങ്ങളും യഥേഷ്ടം ലഭ്യമാകുന്ന ഒരു മാന്ത്രിക ലോകം, ഇതായിരിക്കും നിങ്ങൾ സ്വപ്നം കാണുക. സത്യത്തിൽ 15-ാം നൂറ്റാണ്ടിൽ പോലും അങ്ങനെ ഒരു ലോകം മനുഷ്യൻ സ്വപ്നം കണ്ടിരുന്നു. കുറച്ച് പേരെങ്കിലും അങ്ങനെ ഒരു മായാലോകം ശരിക്കും ഉണ്ടെന്ന് പോലും കരുതിയിട്ടുണ്ടായിരുന്നു. മനുഷ്യൻ്റെ ചിന്തകളിൽ മാത്രം നിലനിന്നിരുന്ന ആ മാന്ത്രിക ലോകത്തിൻ്റെ പേരാണ് കൊക്കൈൻ. മധ്യശതകങ്ങളിൽ യൂറോപ്പിലെ സാധാരണ മനുഷ്യരുടെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിൽ നിന്നുള്ള ഒരാശ്വാസമായിരുന്നു കൊക്കൈനെ കുറിച്ചുള്ള ചിന്തകൾ. അക്കാലത്തെ മിഡിൽ ഫ്രഞ്ചിൽ എന്തും ധാരാളമായിട്ട് കിട്ടുന്ന നാട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ പേരിൽ നെതർലാൻഡിൽ ധാരാളം ഗ്രാമങ്ങളും പല യൂറോപ്യൻ രാജ്യങ്ങളിലും ആളുകളുടെ പേരുകളൊക്കെ ആയിട്ട് ഇപ്പോഴും ഈ പേര് നിലവിലുള്ളതാണ്. നമ്മൾ കേട്ടിട്ടുള്ള ഡ്രഗ് കൊക്കൈനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ആ പേര് 1860 ആൽബർട്ട് നീമാൻ എന്ന കെമിസ്റ്റ് കൊടുത്തതാണ്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അറ്റ്ലാന്റിസും എൽ ഡൊറാഡോയും പോലെ തന്നെ ചിന്തകളിലും പുസ്തകങ്ങളിലും മാത്രം നിലനിൽക്കുന്ന ഉട്ടോപ്പിയൻ നാടാണ് കൊക്കൈൻ. അക്കാലത്ത് ജോലിയൊന്നും എടുക്കാതെ വെറുതെ സ്വപ്നം മാത്രം കണ്ടു നടക്കുന്ന ചെറുപ്പക്കാരെ, ആളുകളെ ഈ പേര് ചേർത്താണ് വിളിച്ചിരുന്നത്. കാര്യം ഇതൊരു ഡ്രീം വേൾഡ് ആയിരുന്നുവെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉടലെടുത്ത രസകരമായ ഒരു മത്സരം ഇന്നും നിലവിലുണ്ട്. അതാണ് കൊക്കൈൻ പോൾ. ഈ മത്സരത്തിൻ്റെ വീഡിയോസ് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. എണ്ണ പുരട്ടിയ വലിയൊരു കോല്, ഒരു വലിയ വടിയെ അതിൻ്റെ ഏറ്റവും മുകളിലെ അറ്റത്ത് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും. എണ്ണ ഒഴുകി താഴേക്ക് തെന്നിക്കിടക്കുന്ന ആ വടിയിലൂടെ മരം കയറുന്നത് പോലെ കയറി ചെന്ന് മുകളിൽ വെച്ചിരിക്കുന്ന ആ വസ്തു എടുത്തുകൊണ്ട് താഴെ വരണം. അതാണ് മത്സരം. അവർ കയറുന്ന ആ വടിയുടെ പേരാണ് കൊക്കൈൻ പോൾ. പണ്ട് കാലത്ത് മാനസിക ഉല്ലാസത്തിനായിട്ട് ആളുകൾ ചെയ്തിരുന്ന ഒരു വിനോദം മാത്രമാണ് ഇത്. അതായത് കൊക്കൈൻ എന്നത് ഒരു സാങ്കല്പിക നാടല്ല, മറിച്ച് ഒരു തരം മാനസിക അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു ചിന്താധാരയാണ്. ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു ചിന്തയാണ് അർക്കാഡിയ. പ്രകൃതിയും വനവും മൃഗങ്ങളും ഒക്കെ ആയിട്ട് ഇടചേർന്ന് ഇണങ്ങിയിട്ട് അവരിൽ ഒരാളെപ്പോലെ തന്നെ ജീവിക്കുക എന്ന സ്വപ്ന സങ്കല്പമാണ് അർക്കാഡിയ. ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു ഡ്രീം ലാൻഡാണ് ക്ലൗഡ് കുക്കു ലാൻഡ്. അസാധ്യമായിട്ടുള്ള എന്തും സാധ്യമാകുന്ന സ്ഥലമാണ് ക്ലൗഡ് കുക്കു ലാൻഡ്. യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലാതെ ഒരിക്കലും നടക്കാനായിട്ട് സാധ്യതയില്ലാത്ത കാര്യങ്ങൾ നടക്കുമെന്ന് ഒരാൾ സ്ഥിരമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അയാൾ ഒരു ക്ലൗഡ് കുക്കു ലാൻഡിലാണ് എന്നാണ് പറയുക. സത്യത്തിൽ പണ്ട് നമ്മൾ ആ പറഞ്ഞ കൊക്കൈൻ എന്ന് വിളിച്ചിരുന്ന ആ അവസ്ഥയുടെ ഇപ്പോഴത്തെ പേരാണ് ക്ലൗഡ് കുക്കു ലാൻഡ്. ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ ചിന്തകളുടെ അറ്റത്ത് നിൽക്കുന്ന മറ്റൊരു സാങ്കല്പിക നാടോ അവസ്ഥയോ ആണ് ഫിറ്റ്ലേഴ്സ് ഗ്രീൻ. ഇത് മരണശേഷം എത്തിപ്പെടുന്ന ഒരു ലോകമാണ്. ഇവിടെ വയലിൻ വായിക്കുന്നവർ ഒരിക്കലും അത് നിർത്താറില്ല. ഡാൻസ് ചെയ്യുന്നവർ ക്ഷീണിക്കാതെ തുടർച്ചയായിട്ട് നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കും. കടലിൽ കുറഞ്ഞത് 50 വർഷമെങ്കിലും ജോലി എടുത്തിട്ടുള്ള നാവികർക്ക് മാത്രം മരണശേഷം അവകാശമായിട്ട് കിട്ടുന്ന സ്ഥലമാണ് ഫിറ്റ്ലേഴ്സ് ഗ്രീൻ എന്നായിരുന്നു 19-ാം നൂറ്റാണ്ടിലെ സങ്കല്പം. ഇത്രയും വർഷങ്ങൾ നരകത്തിൽ എന്ന പോലെ കപ്പലിൽ പണിയെടുത്ത നാവികർക്ക് ഇനി നരകം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉണ്ടാവരുത് എന്ന ആഗ്രഹമാണ് അവർക്കായിട്ട് ഫിറ്റ്ലേഴ്സ് ഗ്രീൻ എന്നൊരു ഡ്രീം വേൾഡ് ഉണ്ടാവും എന്ന ചിന്തയ്ക്ക് പുറകിലുള്ളത്. എല്ലാം മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ്. ഇത്തരം എണ്ണിയാലൊടുങ്ങാത്ത സങ്കല്പങ്ങളും കഥാപാത്രങ്ങളും ഉട്ടോപ്പിയൻ നഗരങ്ങളുമാണ് മനുഷ്യൻ്റെ ചിന്തകളിൽ ഇപ്പോഴും ജീവിക്കുന്നത്. ചൊവ്വയിൽ ചായ കുടിക്കാനായിട്ട് പോകുന്നത് ഇന്നൊരു ഉട്ടോപ്പിയൻ ചിന്തയാണെങ്കിൽ അടുത്ത നൂറ്റാണ്ടിൽ അതൊരു പക്ഷേ യാഥാർത്ഥ്യമായേക്കാം.
അതുകൊണ്ട് തന്നെ ചിന്തകളെ കഴിഞ്ഞാണിടുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. മാറ്റ് ഡെയ്മൺ നായകനായ 2013 ഇറങ്ങിയ സയൻസ് ഫിക്ഷൻ മൂവിയായിട്ടുള്ള എലീസിയം ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവണം. 2154 നമ്മുടെ ഈ ഭൂമി ഓവർ പോപ്പുലേറ്റഡ് ആവുകയും പരിസ്ഥിതി നാശം കാരണം ലോകം മുഴുവനും ദാരിദ്ര്യം പടരുകയും ചെയ്യുന്നതാണ് കഥയുടെ പ്ലോട്ട്. അപ്പോൾ ഭൂമിയിലെ സമ്പന്നരായിട്ടുള്ള ആളുകൾ ഭൂമിക്ക് പുറത്ത് ഭൂമിയെ ചുറ്റുന്ന എലീസിയം എന്ന സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കുകയും അവരങ്ങോട്ടേക്ക് താമസം മാറ്റുകയും ചെയ്യും. ഇതേ സമയം ഭൂമിയിലെ സാധാരണ മനുഷ്യർ എങ്ങനെയും ഈ എലീസിയത്തിൽ എത്തിപ്പെടുവാൻ വേണ്ടിയിട്ട് പലവിധ മാർഗങ്ങളിലൂടെ അവർ ശ്രമിക്കുന്നതായിട്ടാണ് ഈ കഥ പുരോഗമിച്ച് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ശ്രദ്ധ ആ കഥയിലല്ല, എലീസിയം എന്ന പേരിലാണ്. ഈ പേര് എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയത് എന്നറിയാമോ? ഗ്രീക്കുകാരുടെ സങ്കല്പത്തിലുള്ള അണ്ടർവേൾഡാണ് ഹെയ്ദീസ്. ഇതേ പേരിൽ തന്നെയുള്ള ഗ്രീക്ക് ദേവനാണ് പാതാള ലോകത്തിൻ്റെ അധിപൻ. റോമൻ സംസ്കാരത്തിൽ പ്ലൂട്ടോ എന്നാണ് ഈ ഹെയ്ദീസിൻ്റെ പേര്. ഹെയ്ദീസിൻ്റെ അതിർത്തിയിൽ സ്റ്റിക്സ് എന്നൊരു നദിയുണ്ട്. ജീവിക്കുന്നവരെ മരിച്ചവരുമായിട്ട് വേർതിരിക്കുന്നത് ഈ നദിയാണ്. യഥാവിധം മരണപ്പെട്ട് അല്ലെങ്കിൽ വീരമരണമൊക്കെ പ്രാപിച്ച് നല്ല രീതിയിൽ അടക്കം ചെയ്യപ്പെട്ട ആളുകൾക്ക് മാത്രമേ സ്റ്റിക്സ് നദിയിലൂടെ കടന്ന് അണ്ടർവേൾഡിൽ എത്തിപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെയാണ് എലീസിയം എന്ന സ്ഥലമുള്ളത്. ഒരു കൂട്ടം ദ്വീപുകളാണ് എലീസിയം എന്നാണ് ഹോമർ പറയുന്നത്. വീരന്മാർക്കും ധീരന്മാർക്കും ധനവാന്മാർക്കും മാത്രമാണ് എല്ലാവിധ സുഖ സൗകര്യങ്ങളുമുള്ള എലീസിയത്തിലേക്ക് പ്രവേശനമുള്ളൂ. ചുരുക്കത്തിൽ ഗ്രീക്ക് പുരാണങ്ങളിലെ പ്രീമിയം അണ്ടർവേൾഡാണ് എലീസിയം. മാറ്റ് ഡേമൻ്റെ സിനിമയിൽ ഭൂമിയിലെ സമ്പന്നർക്ക് വേണ്ടി മാത്രമായിട്ടൊരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിച്ചപ്പോൾ അതിന് വേറെ പേരൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടുണ്ടാകില്ല. വീഡിയോയുടെ തുടക്കത്തിൽ യഗ്ഡ്രാസിൽ എന്ന സാങ്കല്പിക മരത്തെക്കുറിച്ചുള്ള മിത്തുകളാണ് നമ്മൾ കണ്ടത്. എന്നാൽ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള ഇന്നും നിലനിൽക്കുന്ന മറ്റൊരു മരത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. 1500 പോർട്ടുഗലിലെ കിങ് മാനുവൽ ഇന്ത്യയിലേക്ക് വാസ്കോ ദ ഗാമയ്ക്ക് ശേഷം രണ്ടാമത്തെ കപ്പൽ വ്യൂഹത്തെ അയക്കുന്നത്. പെദ്രോ അൽവാരിസ് കബ്രാൾ ആയിരുന്നു ഫ്ലീറ്റിൻ്റെ കമാൻഡർ. 13 കപ്പലുകളാണ് ആ ഫ്ലീറ്റിൽ ഉണ്ടായിരുന്നത്. ഈ യാത്രയിലാണ് യൂറോപ്യൻസ് ആദ്യമായിട്ട് ഇന്നത്തെ ബ്രസീലിൽ കാലുകുത്തുന്നത്. ഈ ഫ്ലീറ്റിലെ 13 കപ്പലുകളിൽ ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു പെറോ അല്ലെങ്കിൽ പെദ്രോ ദ അദായിജ്. ഗാമ മുമ്പ് വന്നപ്പോൾ കാണിച്ചുകൂട്ടിയ അബദ്ധങ്ങൾ ഇനിയും ആവർത്തിക്കരുത് എന്ന ഉത്തരവുമൊക്കെ ആയിട്ടാണ് കബ്രാൾ കോഴിക്കോട് കാലുകുത്തിയതെങ്കിലും ഇപ്രാവശ്യം കാര്യങ്ങൾ അതിലും വഷളാവുകയാണ് ചെയ്തത്. അറബികളുമായിട്ടുള്ള കച്ചവട മത്സരമായിരുന്നു പോർട്ടുഗീസുകാരുടെ പ്രധാന വെല്ലുവിളി. സാമൂതിരിയുടെ പ്രീതി എങ്ങനെയും കൈക്കലാക്കണം എന്ന ഉദ്ദേശത്തോടെ കോഴിക്കോട് നങ്കൂരമിട്ട് കിടക്കുമ്പോഴാണ് പറ്റിയ ഒരു അവസരം പോർട്ടുഗീസുകാർക്ക് കിട്ടുന്നത്. സാമൂതിരിയുടെ സമ്മതമില്ലാതെ ഒരു അറബ് കപ്പലിൽ 5 ആനകളെ കടത്തിക്കൊണ്ട് പോകുന്നുണ്ട് എന്നുള്ള അറിവാണ് കബ്രാളിന് ലഭിച്ചത്. ഈ വിവരം സാമൂതിരിയുടെ തന്നെ ആളുകൾ കബ്രാളിനെ അറിയിച്ചതാവാനാണ് സാധ്യത. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സാമൂതിരി തന്നെ തുറമുഖത്തേക്ക് വരികയും ചെയ്തു. ആനകളുമായിട്ട് കപ്പൽ അപ്പോൾ തുറമുഖം വിടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സാമൂതിരിയെ സന്തോഷിപ്പിക്കാൻ ഇത് പറ്റിയ അവസരമായി കണ്ട കബ്രാള് കപ്പൽ തിരിച്ചു പിടിക്കുവാനായിട്ട് മുമ്പ് പറഞ്ഞ പെറോ ദ അദായിജിനെയാണ് ഏൽപ്പിച്ചത്. അദായിജ് അപ്പോൾ തന്നെ പുറകെ പോയെങ്കിലും തീരത്ത് സാമൂതിരി നോക്കി നിൽക്കെ തന്നെ അദായിജിനെ കബളിപ്പിച്ചുകൊണ്ട് അറബ് കപ്പൽ ആനകളുമായിട്ട് കടന്നു കളഞ്ഞു. എന്നാൽ മാനം പോയ അദായിജ് ആ കപ്പലിൻ്റെ പുറകെ തന്നെ പോവുകയും വൈകാതെ കണ്ണൂർ തീരത്ത് വെച്ച് കപ്പലിനെ ആക്രമിക്കുകയും ചെയ്തു. വലിപ്പം കൂടിയ അറബ് കപ്പലിൽ 300ഓളം ആളുകളും തീരെ ചെറിയ അദായിജിൻ്റെ പോർട്ടുഗീസ് കപ്പലിൽ 70 ആളുകളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് ഭാഗ്യം അദായിജിൻ്റെ കൂടെയായിരുന്നു. പിന്നീട് നടന്ന അതിഭീകര പോരാട്ടത്തിൽ പോർട്ടുഗീസുകാർ അറബ് കപ്പൽ പിടിച്ചെടുത്തു. യുദ്ധത്തിൻ്റെ ഇടയിൽ 5 ആനകളിൽ ഒരെണ്ണം കൊല്ലപ്പെട്ടെങ്കിലും അറബ് കപ്പലിൽ ബാക്കി 4 എണ്ണവുമായിട്ട് അദായിജ് കോഴിക്കോട് തിരികെ എത്തി. ഇതിനുശേഷം വലിയ ആഘോഷമായിട്ടാണ് ആനകളെ സാമൂതിരിക്ക് തിരികെ കൈമാറിയത്. അങ്ങനെ 1501 പെറോ ദി അദായിജ് അടങ്ങുന്ന സംഘം പോർട്ടുഗലിലേക്ക് മടങ്ങി. ഈ പോകുന്ന വഴി ഏപ്രിൽ മാസത്തിൽ മൊസാംബിക് ഐലൻഡിൽ വെച്ച് കബ്രാള് മറ്റൊരു കപ്പലാണ് അദായിജിനെ ഏൽപ്പിച്ചത്. മൊസാംബിക്കിനും മഡഗാസ്കറിനും ഇടയിൽ കിടക്കുന്ന ചെറുദ്വീപാണ് ഈ മൊസാംബിക് ഐലൻഡ്. മുമ്പ് ഗാമയും സംഘവും ഇതുവഴിയാണ് ഇന്ത്യയിലേക്ക് വന്നത്. തനിക്ക് ഇപ്പോഴും കിട്ടിയ ആ ഒരു പുതിയ ചരക്ക് കപ്പലുമൊക്കെ ആയിട്ട് കബ്രാളിൻ്റെ കൂടെ മടങ്ങിയെങ്കിലും തുടർന്നുണ്ടായ കൊടുങ്കാറ്റിൽ കപ്പൽ ശരിയായ വിധം നിയന്ത്രിക്കുവാനായിട്ട് അദായിജിന് സാധിച്ചില്ല. അപകടമുണ്ടാകുമെന്ന് ഭയന്ന അദായിജ് ഇന്ന് മോസൽ ബേ എന്നറിയപ്പെടുന്ന തീരത്തേക്ക് കപ്പൽ അടുപ്പിച്ചു. സൗത്ത് ആഫ്രിക്കയുടെ തീരത്താണ് ഈ മോസൽ ബേ ഉള്ളത്. അവിടെ ശുദ്ധജലം കിട്ടുന്ന ഒരു നീരുറവ ഉണ്ടെന്നുള്ള കാര്യം അദായിജിന് അറിയാമായിരുന്നു. കാരണം 1488 പോർട്ടുഗീസ് നാവികൻ ബെർത്തലോമിയോ ഡിയസ് അവിടെ എത്തിയിരുന്നതാണ്. ഡിയസിനും കൂട്ടർക്കും വെള്ളമൊക്കെ കിട്ടിയെങ്കിലും കപ്പലിൽ നിന്ന് ഇറങ്ങിയ വിചിത്ര വേഷധാരികളെ കണ്ട് ഭയന്നുപോയ നാട്ടുകാർ അവരെ കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷം 1497 ഗാമയും ഇവിടെ ഇറങ്ങിയിരുന്നതാണ്. ഗാമ തന്ത്രപരമായി അവിടെ ഉണ്ടായിരുന്ന ഖോയി വർഗ്ഗക്കാരുമായിട്ട് സൗഹൃദത്തിലാകുകയും അവരിൽ നിന്നും കന്നുകാലികളെ വാങ്ങുകയും ചെയ്തിരുന്നു. യൂറോപ്യൻസും ആഫ്രിക്കയിലെ ഒരു നേറ്റീവ് ട്രൈബുമായിട്ട് നടന്ന ആദ്യത്തെ ഔദ്യോഗിക കച്ചവടമായിരുന്നു അത്. എന്തായാലും പെറോ ദി അദായിജ് അവിടെ ഇറങ്ങുകയും വെള്ളം കുടിക്കുകയും ചെയ്തു.
ഒരു മിൽക്ക് വുഡ് മരത്തിന് ചുവട്ടിലായിരുന്നു ആ ഉറവ ഉണ്ടായിരുന്നത്. എന്നാൽ അദായിജ് മറ്റൊരു കാര്യം കൂടി ചെയ്തു. തനിക്കുണ്ടായ ഈ അപകടവും ഈ റൂട്ടിലൂടെ കപ്പലിൽ പോകുമ്പോൾ പോർട്ടുഗീസ് നാവികർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അദ്ദേഹം വിശദമായിട്ട് എഴുതുകയും ആ കത്ത് ഒരു ബൂട്ടിനകത്ത് സുരക്ഷിതമായിട്ട് പൊതിഞ്ഞ് വെച്ച ശേഷം ആ മിൽക്ക് വുഡ് മരത്തിൽ കെട്ടിത്തൂക്കിയിടുകയും ചെയ്തു. ഈ കത്ത് അതേ വർഷം പോർട്ടുഗീസുകാർ ഇന്ത്യയിലേക്ക് അയച്ച 3ാം ഫ്ലീറ്റിന്റെ ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്ന ജുവാൻ ദി നോവ അല്ലെങ്കിൽ ജോൺ നോവ കണ്ടെടുക്കുകയും ചെയ്തു. അയാൾ ഈ ഒരു നീരുറവയ്ക്ക് ഈ ഒരു മരത്തിന്റെ അരികിൽ ചെറിയൊരു ബിൽഡിംഗ് അക്കാലത്ത് പണിയുകയും ചെയ്തു. പിന്നീട് ഇതുവഴി കടന്നുപോയ പല പോർട്ടുഗീസ് ക്യാപ്റ്റന്മാരും ഇവിടെ ഇറങ്ങുന്നത് പതിവാക്കുകയും അവിടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പ് കത്തുകൾ വെക്കുവാനായിട്ട് തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ആഫ്രിക്കയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസായി ഈ മിൽക്ക് വുഡ് മരം മാറുകയും ചെയ്തു. ഇന്നും പോസ്റ്റ് ഓഫീസ് ട്രീ എന്ന പേരിൽ ഈ മരം ഇപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട്. ഇതിന്റെ മുന്നിൽ വലിയൊരു ബൂട്ട് സ്മാരകമായിട്ട് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പെദ്രോ ദി അദായിജിന്റെ കഥ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അടുത്ത വർഷം സാക്ഷാൽ ഗാമയുടെ കൂടെ തന്നെ അദായിജ് കേരളത്തിലേക്ക് മടങ്ങി വരികയും കൊച്ചി രാജാവിനെ സഹായിക്കുവാനായിട്ട് പല യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. വേമ്പനാട് കായലിന്റെ വളരെ ഉള്ളിലേക്ക് വരെയും തന്റെ ചെറു കപ്പലിൽ അദായിജ് കയറി വന്ന് യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്തായാലും അപ്രാവശ്യത്തെ മടങ്ങിപ്പോക്കിൽ രോഗബാധിതനായി മൊസാംബിക്ക് ഐലൻഡിൽ വെച്ച് തന്നെയാണ് അദായിജ് മരണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഉണ്ടാവും. കാരണം മനുഷ്യൻ്റെ ചിന്തകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരിക്കലും അവസാനിക്കുന്നില്ല. നമുക്ക് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന, നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അറ്റ്ലാന്റിസ് പോലുള്ള നഗരങ്ങൾ, അങ്ങനെയുള്ള കഥകൾ ഇനിയും ഒരുപാടുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അവസാനമായിട്ട് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കേണ്ട. ഇന്നത്തെ കാലത്ത് ആശുപത്രി ചിലവുകൾ കൂടി വരുന്നത് നമുക്കറിയാം. അതിനാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയാൽ മാസം വെറും 300-400 രൂപയിൽ തുടങ്ങുന്ന 1 കോടി വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ പദ്ധതികൾ 25% വരെ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് തിരഞ്ഞെടുക്കാം. പ്രായമാകും തോറും നമുക്ക് അസുഖങ്ങളും വർദ്ധിക്കും. അപ്പോൾ അടയ്ക്കേണ്ട പ്രീമിയവും കൂടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.